പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതി എഴുതി തള്ളുന്നുണ്ടല്ലോ. നീ മാത്രമേ എഴുതുള്ളോ? ഞാനും എഴുതൂടാ. എന്താ ഇപ്പൊ എഴുതുക? ബോർഡിൽ എഴുതിയെങ്കിലും പകർത്തി വെക്കാം. ടൈം അപ്പ്. നില എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഇങ്ങത്താ. ഇതാ മിസ്. എക്സാം മര്യാദക്ക് എഴുതിയോ? സൂപ്പർ ആയിട്ട് എഴുതിയിരുന്നു മിസ്. 100-ൽ 108 മാർക്ക് ഞാൻ മേടിക്കും. 108? യെസ് മിസ്, അത്രക്ക് സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു മാർക്ക് പോലും കുറയില്ല. ഈ എക്സാമിൽ ഞാനായിരിക്കും ഫസ്റ്റ് വാങ്ങുന്നത്. എന്നെ ആരെ കൊണ്ടും തോൽപ്പിക്കാൻ പറ്റില്ല. അതെ പെങ്ങളെ, എന്താ ഇവിടെ നോക്കി വെക്കുന്നത്? അവിടെ എന്തുമാത്രം പണിയെടുക്കുന്നു. ചെല്ല്, അവിടുത്തെ കസ്റ്റമേഴ്സിനൊക്കെ നോക്ക്. ഈ സാരിയും കൊള്ളാം. ഇതും കൂടി ഒന്ന് ബില്ലിട്ടേക്ക്. ഓക്കെ. ശരി, വരും. ഞാൻ ബില്ല് തരാം. ശരി. ശരി, ഞങ്ങൾ പോയിട്ട്. എന്താ വിജി, കാലത്തെ തന്നെ നല്ലൊരു കസ്റ്റമറിനെ കിട്ടിയല്ലോ. അതെ ചേച്ചി. ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യത്തില്ല, എന്നാലും മുഖത്ത് ചിരിക്കൊരു കുറവില്ല. ഇവൾക്കൊരു പണി കൊടുക്കണമല്ലോ. ശരി, വരട്ടെ വരട്ടെ, നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടടി. അതെ വിജി, നീ ഇവിടെ എന്തൊക്കെയാ കാണിക്കുന്നത്? എന്താ സാർ, ഞാനെന്താ കാണിച്ചേ? അതെ, നിന്റെ സെക്ഷൻ അല്ലേ? അതെ സാർ. എന്താ അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതെന്താ, തുണിക്കടയാണോ അതോ ലോണ്ടറി കടയാണോ? അഴുക്ക് തുണികൾ അലക്കാനിട്ടേക്കണ പോലെ ഇങ്ങനെ അലങ്കോലാക്കി വെച്ചിരിക്കുന്ന എന്താ? സാർ, ഇപ്പോഴാ ഒരു കസ്റ്റമർ സാരി എടുത്തിട്ട് പോയത്. അവർക്ക് വേണ്ടി എടുത്തിട്ടതാ. എന്നിട്ട് ആ സാരി ബില്ല് ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് എടുത്തു വെക്കാനാ വരുന്നത്. ചുമ്മാ എല്ലാത്തിനും ഇങ്ങനെ വെറുതെ കാരണം പറയാൻ നിൽക്കല്ലേ. അല്ലേ, വേഗം പോയി അതൊക്കെ ആ റാക്കിലൊന്ന് മടക്കി വെക്കി. എന്ത് വെച്ചാലുണ്ട് ഓരോ ന്യായീകരണം. എന്റെ മുഖത്ത് നോക്കിക്കുന്നതിനാ? വേഗം ചെല്ല്, ചെന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യ്. ഹലോ, അതെ, സന്തോഷ് മാധവൻ തന്നെയാ. അമ്പോ, ജോലിക്കിടയിൽ ഇങ്ങനെ എന്തെങ്കിലും പണി കൊടുക്കാന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോ ഈ സൗന്ദര്യം വെച്ച് എനിക്ക് തന്നെ അവിടെ പണി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വരുന്നു. വിജി എന്താ ഈ ചെയ്തോണ്ടിരിക്കുന്നു? ഒന്ന് താഴെ ഇറങ്ങി.
എന്താ യമുന? താഴെ ഇറങ്ങാനല്ലേ പറഞ്ഞ? ഏയ് എന്തു പറ്റി? വിജി, ജോലി ചെയ്യുന്ന സമയത്ത് ചുറ്റുവട്ടത്തൊക്കെ ഒരു ശ്രദ്ധ വേണ്ടേ? ഏയ് എന്താ യമുന? എന്താ സംഭവിച്ചത്? എന്താന്നോ, ആ സന്തോഷ് മാധവൻ നീ ജോലി ചെയ്തപ്പോ എന്താ ചെയ്തെന്ന് അറിയാവോ? എന്താ ചെയ്തത്? നീ സ്റ്റൂളിന്റെ മേളിൽ നിന്ന് തുണി എടുത്തോണ്ടിരുന്ന സമയത്ത് നിന്റെ സാരി ഒന്ന് മാറിയായിരുന്നു. അത് കണ്ട ഉടനെ ആ സന്തോഷ് മാധവൻ അയാളുടെ ഫോണിൽ നിന്റെ കുറെ മോശം വീഡിയോ എടുത്തു വിജി. ഏയ്, എന്താ നീ പറയുന്നത്? അതെ വിജി, നിന്റെ വീഡിയോ എടുത്തത് ഞാൻ കണ്ടതാ. ഞാനത് നിന്നോട് പറയാൻ വന്നപ്പോഴേക്കും അയാൾ ഇവിടുന്ന് പോയി. അവന് ഞാനിന്ന് എവിടെയാ അയാള്? വാ. എല്ലാവരും കൂടെ കറക്റ്റ് സമയത്ത് ജോലിക്ക് വന്നില്ലെങ്കിലും കറക്റ്റ് സമയമാകുമ്പോ തിന്നാൻ വേണ്ടി ഇരുന്നോളൂ അല്ലേ? അതാ നിക്കുന്ന കണ്ടില്ലേ? ആ ശരി ശരി, എന്നെ നോക്കിക്കാതെ വേഗം കഴിക്കാൻ നോക്ക്. ലോഡ് വന്നാൽ അതൊക്കെ ഇറക്കി സെറ്റ് ചെയ്യാനുള്ളതാ. വേഗം ആവട്ടെ. ശരി സർ. എന്താണ് രണ്ടുപേരും ജോഡിയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടന്ന് വെറുതെ സമയം കളയാതെ വേഗം ഭക്ഷണം കഴിച്ച് ജോലി ചെയ്യാൻ നോക്ക്. എന്താ ഇങ്ങനെ നോക്കുന്നതിനാ? എന്താ കാര്യം? നിങ്ങളുടെ ഫോണിങ് തന്നെ. എന്റെ ഫോണാ? ഇതെന്താ പെട്ടെന്ന് വന്ന് ഫോണൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പൊ ഞാൻ വീഡിയോ എടുത്തതെങ്ങാനും ഇവർ അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ ഫോണിങ് തരാനാ പറഞ്ഞ. എന്തിനാ എന്റെ ഫോൺ നിങ്ങൾക്ക്? മര്യാദയ്ക്ക് ആ ഫോണിങ് തരുന്നാ നല്ലത്. ഫോണിതാ. എന്താ ചേച്ചി സംസാരത്തിലൊക്കെ എന്തൊരു വ്യത്യാസം? ആരോടാ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണോ അതൊക്കെ? എല്ലാം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ ഫോണ് തരുന്നോ ഇല്ലയോ? എന്റെ ഫോണൊന്നും തരാൻ പറ്റില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കരുത്. അല്ലെങ്കിൽ എന്റെ ഫോൺ എന്തിനാ നിനക്ക്? ചോദിക്കുന്ന കേട്ടില്ലേ? ഫോൺ അങ്ങ് കൊടുക്ക്. അതെന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചത്? നിങ്ങളുടെ ഫോണിലെ എന്റെ മോശമായിട്ടുള്ള വീഡിയോ ഉണ്ട്. വിജി എന്തൊക്കെ പറയുന്നത്? വിജി വെറുതെ എന്നെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കാൻ നോക്കല്ലേ. ഏയ് വെറുതെ അഭിനയിക്കല്ലേ, എനിക്കെല്ലാം അറിയാം. ആ ഫോണ് തരുന്നുണ്ടോ ഇല്ലയോ? നോക്ക് വിജി, നീ എന്നെ പറ്റി എന്തോ തെറ്റിദ്ധരിച്ച് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കാം. ഞാൻ തെറ്റിദ്ധരിച്ചതല്ല, നീ തെറ്റായ ആളാന്ന് മനസ്സിലാക്കിയിട്ടാ വന്നിരിക്കുന്നത്. ആ ഫോണിങ്ങിതാ. വിജി ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേട്ടിട്ട് ഫോണിങ്ങി തരാനാ പറഞ്ഞ. വേണ്ട വിജി. വിജി അയ്യോ വിജി, നീ വിചാരിക്കുന്ന പോലെ എന്റെ ഫോണിൽ അങ്ങനെ ഒന്നുമില്ല. എന്റെ ഫോൺ തന്നെ ഇങ്ങ് തരാൻ.